ഹായ് ഫ്രണ്ട്സ്, അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സെക്കൻഡ് യൂണിറ്റ് ആണ് പെഡഗോഗി. ഫസ്റ്റ് സെമസ്റ്റർ പെഡഗോഗിയിലെ സെക്കൻഡ് യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇവിടെ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് കൂടുതലാണ് ഈ ക്വസ്റ്റ്യൻസിനും ഈ ആൻസേഴ്സിനും. അപ്പോൾ ഇവയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എഴുതാൻ പറ്റും. ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അതും പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. 5 യൂണിറ്റുകളാണുള്ളത്. അതിൽ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഫസ്റ്റ് യൂണിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. സോ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടീച്ചിങ് സ്കില്ലുകളെ കുറിച്ചാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ടീച്ചിങ് സ്കിൽസ് എന്നുള്ളതാണ് അതിന് പറയുന്നത്. ഈ സ്കില്ലിൽ പല ടൈപ്പ് ഓഫ് സ്കില്ലുകളുണ്ട്. ഒരു 9ഓളം സ്കില്ലുകൾ നമ്മളിവിടെ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ആ 9ഓളം സ്കില്ലുകളിൽ ഏറ്റവും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു 5 സ്കില്ലുകളാണ്. 5 സ്കില്ലുകളെയാണ് നിങ്ങളിവിടെ എടുത്ത് നോട്ട് ചെയ്ത് പഠിക്കേണ്ടത്. ഈ 5 സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ആൻസറിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എഴുതാം, എസ്സേയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എഴുതാൻ കഴിയുന്നതാണ്. സോ ഏതൊക്കെ സ്കില്ലുകളാണുള്ളത്? ഒന്ന് സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് എന്നാ പറയുന്നത്. ഈ സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസിനെ പറയുന്നത് എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള വേർഡാണ്. പിന്നെ അത് ഷോർട്ട് ആൻസർ ആയിട്ടും കൂടിയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്നാ പറയാം. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കുക വഴി നമ്മൾ 40 കുട്ടികൾ മുന്നിലുണ്ടെങ്കിൽ 40 കുട്ടികൾക്ക് 40 ടൈപ്പിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കാം, പക്ഷെ ആൻസേഴ്സ് വ്യത്യസ്തമായിരിക്കുന്ന രീതിയാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സ്കില്ല്. അപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടികളോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് എല്ലാവർക്കും വ്യത്യസ്തമായിട്ട് ആൻസർ പറയത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ കൂടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കണം. സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മറ്റുള്ള എല്ലാ സ്കില്ലുകളെ കുറിച്ചും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ആൻസറിൽ. അപ്പോൾ അതുകൊണ്ടാണ് പ്രോബിംഗ് സ്കില്ലിനെ കുറിച്ച് ഞാൻ ആദ്യമേ തന്നെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. മൂന്നാമത്തെ സ്കിൽ ഓഫ് നോൺ വെർബൽ ക്യൂസ്. അതേപോലെ തന്നെ സ്കിൽ ഓഫ് ഇൻഡക്ഷൻ ആൻഡ് ക്ലോഷർ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ മൈക്രോ ടീച്ചിങ്. ഈ മൈക്രോ ടീച്ചിങ് ആണ് ആവർത്തിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. അത് കൂടാതെ തന്നെ വരുന്ന മറ്റ് സ്കില്ലുകൾ അത് ഷോർട്ട് ആൻസറുമായിട്ട് കാണുന്നത്. അതായത് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്, റീഇൻഫോഴ്സ്മെന്റ്, നോൺ വെർബൽ ക്യൂസ്, ഇൻഡക്ഷൻ ആൻഡ് ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്കില്ലുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ഇവയെ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ നമുക്ക് ഫസ്റ്റ് നോക്കാം സ്കിൽ ഓഫ് പ്രോബിംഗ്. പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, പ്രോബിംഗ് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റിംഗ് നടത്താൻ കഴിയണം. സീക്കിംഗ് ഫർദർ ഇൻഫോർമേഷൻസ്, കൂടുതൽ ഇൻഫോർമേഷൻസ് നമുക്ക് കുട്ടികളിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയണം. റീഫോക്കസിംഗ് നടത്തണം, റീഡയറക്ഷൻസ് നടത്തണം, ക്രിട്ടിക്കൽ അവയർനെസ് കൊടുക്കണം. അതായത് ക്രിട്ടിസൈസ് ചെയ്യത്തക്ക രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വരത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ കൊടുക്കാൻ. പ്രോംപ്റ്റിംഗ്, സീക്കിംഗ് ഫർദർ ഇൻഫോർമേഷൻസ്, റീഫോക്കസിംഗ്. സീക്കിംഗ് ഫർദർ ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഇൻഫോർമേഷൻസ് കിട്ടത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ കുട്ടികൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ മുൻ പരിചയങ്ങൾ കുട്ടികൾക്കുണ്ടോ, മുൻ അറിവ് കുട്ടികൾക്കുണ്ടോ എന്നൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. സോ ഈ 4-5 പോയിന്റ്സുകൾ നിങ്ങൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. പ്രോംപ്റ്റിംഗ്, സീക്കിംഗ് ഫർദർ ഇൻഫോർമേഷൻ, റീഫോക്കസിംഗ്, റീഡയറക്ഷൻ, ക്രിട്ടിക്കൽ അവയർനെസ്. നെക്സ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. ഈ സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ഒരു 6 ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെന്റുകളെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഈ 6 ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെന്റുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതായിരിക്കും. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പഠനത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാം, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാം, റോങ് ആയിട്ടുള്ള കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്, കൂടുതലും പ്രൊമോട്ട് ചെയ്യേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റിൽ 2 ടൈപ്പ് ഓഫ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റുകൾ പറയുന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് വെർബൽ റീഇൻഫോഴ്സ്മെന്റ് വരുന്നുണ്ട്, രണ്ടാമത് പോസിറ്റീവ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റും വരുന്നുണ്ട്. അപ്പോൾ 3 ടൈപ്പായിട്ട് അതിനെ തരംതിരിക്കുന്നുണ്ട്. ഒന്ന് പോസിറ്റീവ്, മറ്റൊന്ന് നെഗറ്റീവ്, മറ്റൊന്ന് റോങ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിൽ ഫസ്റ്റ് പാർട്ടിൽ പോസിറ്റീവ് ആയി വരുന്നത് 2 ടൈപ്സ് വരുന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് വെർബൽ റീഇൻഫോഴ്സ്മെന്റ് വരുന്നുണ്ട്, രണ്ടാമത്തെ പോസിറ്റീവ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ് വരുന്നുണ്ട്. രണ്ടാമത്തെ ടൈപ്സിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. നെഗറ്റീവ് ആണ് പറയുന്നത്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് അതിന് പറയുന്നത്. അതിൽ നെഗറ്റീവ് വെർബൽ സ്റ്റേറ്റ്മെന്റ്സുകൾ വരുന്നുണ്ട്, നെഗറ്റീവ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റുകൾ വരുന്നുണ്ട്.
ദെൻ മൂന്നാമത്തെ ടൈപ്സിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. റോങ് യൂസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് വരുന്നുണ്ട്. ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് വരുന്നുണ്ട്. ഈ 6 എണ്ണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം നിങ്ങൾ സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ച് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി എന്താണ് പോസിറ്റീവ് വെർബൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്? പോസിറ്റീവ് വെർബൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ അവർ ചെയ്ത പ്രവൃത്തികൾ കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ തന്നു കഴിഞ്ഞാൽ അത് ഗുഡ് ആണ്, വെരി ഗുഡ് ആണ്, വെൽ ആണ്, എക്സലന്റ് ആണ്, പിന്നെ കണ്ടിന്യൂ ചെയ്തോളൂ എന്നൊക്കെ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, കണ്ടിന്യൂ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പറയാണ് നിങ്ങൾ തുടർന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ആൻസർ ആണ്, അത് തന്നെയാണ്, കറക്റ്റ് ആണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ അവർക്ക് കൊടുക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് പോസിറ്റീവ് വെർബൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. വെൻ ദ സ്റ്റുഡൻസ് ഗീവ് കറക്റ്റ് റെസ്പോൺസ് ഫോർ എ ക്വസ്റ്റ്യൻ ദ ടീച്ചർ ഹാസ് ടു ഗിവ് പോസിറ്റീവ് വെർബൽ റീഇൻഫോഴ്സ്മെന്റ് സച്ച് ആസ് ഗുഡ്, വെരി ഗുഡ്, വെൽ, എക്സലന്റ്, കണ്ടിന്യൂ, എക്സെട്ര. ദെൻ പോസിറ്റീവ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിലോ, പോസിറ്റീവ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചിരി കൊടുക്കുക, അതേപോലെ തന്നെ നല്ല പ്ലസന്റ് ആയിട്ടുള്ള, നമ്മൾ ഹാപ്പി ആണെന്നുള്ള ഒരു മൂഡ് കുട്ടികൾക്ക് കാണിക്കുക, അതിനൊക്കെയാണ് പോസിറ്റീവ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. വെൻ എ സ്റ്റുഡന്റ് ഗീവ് കറക്റ്റ് റെസ്പോൺസ് ഫോർ എ ക്വസ്റ്റ്യൻ ദ ടീച്ചർ മേ ഗീവ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ് എക്സ്പ്രസിംഗ് ഹാപ്പിനെസ് എന്നുള്ളതാണ്. ഓർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബോഡി ലാംഗ്വേജ്, നമ്മൾ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നല്ല ഹാപ്പിയാണ്, കുട്ടികൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുള്ളത്, നമ്മൾ നല്ലൊരു സന്തോഷം പ്രകടിപ്പിക്കുന്ന രീതിയാണെന്ന് പറഞ്ഞ് പോസിറ്റീവ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സെക്കൻഡ് ആയിട്ട് വരുന്ന സംഭവം എന്താണ് റീഇൻഫോഴ്സ്മെന്റിൽ വരുന്നത്? സ്കിൽ ഓഫ് അപ്രീസിയേഷനിൽ വരുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കണം. സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് ചോദിച്ചാലും സ്കിൽ ഓഫ് അപ്രീസിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ 6 കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സ്കിൽ ഓഫ് അപ്രീസിയേഷൻ എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട ആൻസർ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഇതിൽ വരുന്ന നെഗറ്റീവ് വെർബൽ സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് വെർബൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എന്താണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ വരുന്ന നെഗറ്റീവ് വെർബൽ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ വരുന്നത്? ടീച്ചർ ഷുഡ് അവോയ്ഡ് യൂസിങ് ദീസ് ടൈപ്പ് ഓഫ് നെഗറ്റീവ് വെർബൽ റീഇൻഫോഴ്സ്മെന്റ്, നെയിമില് ഐ ഡു നോട്ട് ലൈക്ക് ദിസ് അല്ലെങ്കിൽ ഐ ഡു നോട്ട് ലൈക്ക് യു, സ്റ്റോപ്പ് ഇറ്റ്, നോൺസെൻസ്, യു വോണ്ട് ഇംപ്രൂവ്, നീ ഒരിക്കലും നന്നാവില്ല, നീ ഒരിക്കലും ഇംപ്രൂവ് ചെയ്യൂല, യു വിൽ ഫെയിൽ ഇൻ ദി എക്സാം, നീ തീർച്ചയായിട്ടും എക്സാമിന് ഫെയിൽ ആവും. ഇത്തരത്തിലുള്ള വെർബൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റുകളാണ്. അത് നമ്മൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. അതിനെ തന്നെയാണ് നെഗറ്റീവ് വെർബൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിലോ, ടീച്ചർ ഷുഡ് നോട്ട് യൂസ് ദിസ് ടൈപ്പ് ഓഫ് നോൺ വെർബൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് സച്ച് ആസ് ഫേഷ്യൽ എക്സ്പ്രഷൻ ലൈക്ക് വാർണിംഗ്, sadness, moving away from a responding student, looking at angrily, ദേഷ്യപ്പെട്ട് സംസാരിക്കുക, അതേപോലെ തന്നെ കുട്ടികളുടെ അടുത്ത് നിന്നും വേഗം പെട്ടെന്ന് തിരിഞ്ഞു പോവുക, സാഡ്നെസ് കാണിക്കുക, അതേപോലെ തന്നെ നെറ്റി ചുളിക്കുക, റോണിങ് അല്ലെ, റോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നെറ്റി ചുളിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പരമാവധി നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ 2 എണ്ണം നമ്മളോട് ചെയ്യാനും പറയുന്നു, അവസാനത്തെ 4 എണ്ണം നമ്മളോട് ചെയ്യാതിരിക്കാനും പറയുന്നു. ചെയ്യാതിരുന്നാൽ നല്ലതാണെന്നുള്ളതുമാണ് പറയുന്നത്. നെഗറ്റീവ് വെർബൽ സ്റ്റേറ്റ്മെന്റും നെഗറ്റീവ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റും ഇത് രണ്ടും ചെയ്യാതിരിക്കാനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ദെൻ റോങ് യൂസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, റോങ് യൂസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. വെൻ എ സ്റ്റുഡന്റ് ഗിവ് എ റോങ് ആൻസർ, ടീച്ചർ ഷുഡ് അവോയ്ഡ് യൂസിങ് വേർഡ്സ് ലൈക്ക്, ഇത് ഉപയോഗിക്കുന്ന ഒഴിവാക്കുക എന്നുള്ളതാണ്, ഷുഡ് നോട്ട് യൂസ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് റോങ് ആൻസർ ആണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇഡിയറ്റ്, സ്റ്റോപ്പ്, ഇനഫ്, ഷോയിങ് ടെറർ ഫേസ് എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള നമ്മൾ ടെറർ ഫേസ് ഒക്കെ കാണിക്കുന്നൊക്കെ ഒഴിവാക്കുക. പിന്നെ അതേപോലെ തന്നെ സ്റ്റോപ്പ്, നിർത്തും എന്നുള്ള രീതിയിലൊക്കെ, ഇഡിയറ്റ് ആണെന്നുള്ള പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് റോങ് യൂസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. റോങ് യൂസ് ആണ് ഇത്, റോങ് യൂസ് ആണ്, അത് നിങ്ങൾ ഉപയോഗിക്കരുത്, തീർച്ചയായിട്ടും ഉപയോഗിക്കരുത്. ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, കൃത്യമല്ലാത്ത രീതിയിൽ, അതായത് ടീച്ചർ ഷുഡ് നോട്ട് യൂസ് റീഇൻഫോഴ്സസ് ഇൻ എ ഡിലേഡ് മാനർ ഓർ യൂസിങ് ഇറ്റ് ഓൾവേസ് എന്നുള്ളതാണ്. ഡിലേഡ് മാനറിൽ നമ്മൾ കുറച്ച് സമയം നിന്നിട്ട് ആൻസർ ചെയ്യുന്ന രീതി, അതായത് പരിഗണിക്കാത്ത രീതി, അതായത് അവരെ അവോയ്ഡ് ചെയ്യുന്ന രീതിയൊക്കെ, അതൊക്കെ ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് എടുത്തു പറയുന്നു. ദെൻ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം എന്താണ്? സ്കിൽ ഓഫ് നോൺ വെർബൽ ക്ലൂസ്, എന്താണ് സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സ്കിൽ ഓഫ് അപ്രീസിയേഷൻ എന്നുള്ളതിനെ കുറിച്ചാണ്. 2 കാര്യങ്ങളാണ്. സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസും പറഞ്ഞു, സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ചും പറഞ്ഞു. ഇനി അടുത്തായിട്ട് പറയുന്ന കാര്യമാണ് എന്ത്? സ്കിൽ ഓഫ് നോൺ വെർബൽ ക്ലൂസ് എന്ന് പറയുന്നത്. സ്കിൽ ഓഫ് നോൺ വെർബൽ ക്ലൂസ് എന്തൊക്കെയാണ്? അത് ജനറൽ ആയിട്ട് ചോദിച്ചാൽ നമ്മൾ പിന്നെ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പല സ്കില്ലുകളാണല്ലോ. നമ്മൾ മൈക്രോ ടീച്ചിങ് ക്ലാസ് എടുക്കുമ്പോൾ ഈ ഓരോ സ്കില്ലുകളെ എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അതിൽ പ്രാവീണ്യം നേടുക. ഓരോ സ്കില്ല് ഒരു സമയത്ത് പല തവണ ആവർത്തിച്ച് ചെയ്ത് പരിശീലിച്ച് നമ്മളത് അക്വയർ ചെയ്തെടുക്കുന്നതിനെയാണെന്ന് പറയുന്നത് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരു മൈക്രോ ടീച്ചിങ്ങിൽ 4-5 മിനിറ്റ് ആയിരിക്കും നമ്മൾ ക്ലാസ് എടുപ്പിക്കുക. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരൊറ്റ
സ്കില്ല് മാത്രമേ എടുത്ത് പരിശീലിക്കുന്നുള്ളൂ. അപ്പോൾ പല തവണ അത് പരിശീലിച്ച് അത് റെഡിയാക്കുന്നതിനെയാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്, ഇല്ലേ? അങ്ങനെ പല ടൈപ്പിൽ 8-9ഓളം സ്കില്ലുകൾ നിങ്ങൾ അക്വയർ ചെയ്തതിന് ശേഷം ഈ പല ടൈപ്പ് ഓഫ് മൈക്രോ ടീച്ചിങ്ങിലൂടെ അക്വയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ലിങ്ക് പ്രാക്ടീസ് നടത്തുന്നു. 5-6 സ്കില്ലുകൾ ഒരേ സമയം നിങ്ങൾ ഉപയോഗിച്ച് ശീലിക്കുന്നു. അതും പല തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആണ് മാക്രോ ടീച്ചിങ് 45 മിനിറ്റ് ക്ലാസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ വേണ്ടുന്ന ഒരു സ്കില്ലാണ് എന്തെന്ന് പറയുന്നത് സ്കിൽ ഓഫ് നോൺ വെർബൽ ക്ലൂസ് എന്ന് പറയുന്നത്. അതിൽ ബോഡി ലാംഗ്വേജസ് നമ്മൾ നോക്കണം. പ്രോക്സിമിറ്റി, കുട്ടികളുടെ അടുത്ത് നിൽക്കുന്നത് എങ്ങനെയായിരിക്കണം, കുട്ടികളെ ടച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഐ കോണ്ടാക്ട്, കുട്ടികളുമായിട്ട് ഐ കോണ്ടാക്ട്, പ്രോണമിക്സ്, നമ്മളെ ലോക്കൽ ലാംഗ്വേജുകൾ അല്ലെങ്കിൽ കൾച്ചറൽ ലാംഗ്വേജുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. നമ്മുടെ വീട്ടിലും അതേപോലെ തന്നെ നമ്മൾ സമൂഹത്തിൽ ഉപയോഗിക്കുന്ന കൾച്ചറൽ ലാംഗ്വേജുകൾ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കൾച്ചറൽ ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അതിനെയാണ് ക്രോണിമിക്സ് എന്ന് പറയുന്നത്. ക്രോണമിക്സ്, ദെൻ സ്മെല്ല്, വോക്കാലിക്സ്, അതേപോലെ നമ്മളെ മോഡുലേഷൻ എന്നൊക്കെ പറയുന്ന ആ സംഭവങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഏതിൽ വരുന്നുണ്ട്? സ്കിൽ ഓഫ് നോൺ വെർബൽ ക്ലൂസിൽ വരുന്നുണ്ട്. ഇനി സ്കിൽ ഓഫ് നോൺ വെർബൽ ക്ലൂസ് മാത്രമാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പോയിന്റുകളെയാണ് നിങ്ങൾ എലാബറേറ്റ് ചെയ്യേണ്ടത്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള സ്കിൽ ഓഫ് സെറ്റ് ഓഫ് ഇൻഡക്ഷൻ എന്നുള്ളതാണ്. സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് ദ ലെസൺ എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ ഏറ്റവും ഫസ്റ്റിൽ കൊടുക്കേണ്ടതാണ് ഈ സെറ്റ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സെറ്റ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് ദ ലെസൺ. നമ്മൾ ഫസ്റ്റിൽ ഒരു 2-3 മിനിറ്റ് കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കും. അതല്ലെങ്കിൽ പഴയ കുട്ടികൾക്ക് അറിവുള്ള കാര്യങ്ങളിലൂടെ അറിയാത്ത കാര്യത്തിലേക്ക് പോകുന്ന രീതി, അല്ലെങ്കിൽ കുട്ടികൾക്ക് സബ്ജക്റ്റിലൂടെ ഒരു തീരെ താല്പര്യമില്ലെങ്കിൽ ആ സബ്ജക്റ്റിലേക്ക് ആദ്യം എത്തിക്കാനുള്ള രീതി, അങ്ങനെ ഇൻഡക്ഷൻ കൊടുക്കും. അതല്ലെങ്കിൽ സെറ്റ് ഇൻഡക്ഷൻ. ആദ്യം നമ്മൾ ക്ലാസ്സിലേക്ക് കയറി ചെന്ന ഉടനെ തന്നെ കുട്ടികൾ നേരിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നതിന് പകരം ആ കുട്ടികൾക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ അതിലേക്ക് പതുക്കെ പതുക്കെ നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടോ ആ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഇൻട്രസ്റ്റ് ടോപ്പിക്സുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്ജക്റ്റിലേക്ക് കുട്ടികളെ എത്തിച്ചതിന് ശേഷം നമ്മൾ ടോപ്പിക് ക്ലാസ് എടുക്കുക. അത്തരത്തിൽ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ ഗെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ അറ്റൻറ്റീവ് ആക്കുക, ടെസ്റ്റിംഗ് പ്രീവിയസ് നോളജ്, അവരുടെ മുൻ അറിവുകൾ ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ലെസൺസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെറ്റ് ഇൻഡക്ഷൻ നടത്താൻ പറ്റും. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? ടെസ്റ്റിംഗ് പ്രീവിയസ് നോളജ്, കുട്ടികളുടെ പ്രീവിയസ് നോളജ് ടെസ്റ്റ് ചെയ്യുക, അറ്റൻഡിങ് ഗെയിൻ ചെയ്യുക, അറ്റൻഷൻ ഗെയിനിങ് നടത്തുക, അതല്ലെങ്കിൽ കുട്ടികളുടെ അറ്റൻഷൻ ഇങ്ങോട്ട് പിടിച്ചുപറ്റുക. ദെൻ മോട്ടിവേഷൻ സ്റ്റിമുലേഷൻ നടത്തുക, ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, മോട്ടിവേഷൻ ഇപ്പം എന്തോ ഒരു ഡിമോട്ടിവേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തോ സബ്ജക്ട് പഠിച്ചിട്ടായിരിക്കും കുട്ടികൾ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ മോട്ടിവേഷൻ ഈ സബ്ജക്റ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സബ്ജക്ട് പഠിക്കുക വഴി നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ഗുണത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും സ്കോപ്പിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു മോട്ടിവേഷൻ സ്റ്റിമുലേഷൻ നടത്താൻ പറ്റും. അപ്പോൾ ആ ഒരു സ്കില്ല് കൂടി നമുക്ക് ഉണ്ടാവണം. ആ സ്കില്ല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. അത് തുടക്കത്തിൽ തന്നെ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ മുന്നിലിരിക്കുന്ന കുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കാതെ, നമ്മൾ പരിഗണിക്കാതെ, നമ്മൾ മൈൻഡ് ചെയ്യാതെ അവിടെ ഇവിടെയൊക്കെ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ സെറ്റ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ടെസ്റ്റിംഗ് പ്രീവിയസ് നോളജ്, അറ്റൻഷൻ ഗെയിനിങ്, മോട്ടിവേഷൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് സ്കിൽ ഓഫ് ക്ലോഷർ എന്ന് പറയും. ക്ലോഷർ തൊട്ട് അടുത്താണ്. എന്താണ് പറയാ, ഈ എടുക്കുന്ന ഓരോ ക്ലാസ്സുകളെയും നമ്മൾ അടുപ്പിച്ച് കൊണ്ടുവരണം. അതായത് നമ്മളിപ്പോ ഒരു ക്ലാസ് കഴിയുന്നതിനനുസരിച്ച് കുട്ടികൾ എന്ത് ചെയ്യും, ആ ടോപ്പിക്കിൽ നിന്നും വിട്ട് ഇങ്ങനെ വേറെ വേറെ ദിക്കുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ സഞ്ചരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വീണ്ടും ആ കുട്ടികളെ വീണ്ടും ടോപ്പിക്കിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അതിനാണ് സ്കിൽ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു, വീണ്ടും നിങ്ങളോട് പറയാണ്, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി.എഡിന്റെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ പെഡഗോഗിയുടെ സെക്കൻഡ് യൂണിറ്റിലെ സ്കില്ലുകളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യുന്നു, മൈൻഡ് ഇതിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് നമ്മൾക്കിപ്പം സോഷ്യൽ സയൻസ് ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ, കൊമേഴ്സ് ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും നാട്ടുവർത്താനങ്ങൾ പോലും അതിലേക്ക് കടന്നു വരും. അപ്പോൾ കുട്ടികൾ ചിന്തിക്കും, എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് ടീച്ചർ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് സാർ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, അതും അറിയില്ലല്ലോ എന്ന ചിന്ത പോകും. അപ്പോൾ ആ ചിന്ത പോകുന്നതിന് മുൻപേ തന്നെ കുട്ടികളെ വീണ്ടും ഈ ടോപ്പിക്കിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. കൺസോൾട്ടേഷൻ ഓഫ് മേജർ പോയിന്റ്സ്. നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് മേജർ പോയിന്റ്സിന് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഞാൻ എടുക്കുന്ന പല ക്ലാസ്സുകളിലും PPT-യിലൊക്കെ ഓരോ ക്ലാസ് കഴിയുമ്പോൾ ലാസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, കൺസൾട്ടേഷൻ നടത്തുന്നു. തുടക്കത്തിൽ മുൻപത്തെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് തരുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മേജർ പോയിന്റ്സിനെ കൺസൾട്ടേറ്റ് ചെയ്യണം. പിന്നെ അപ്ലിക്കേഷൻ ഓഫ് പ്രസന്റ് നോളജ്, ഇപ്പോഴത്തെ അറിവുകളെ അപ്ലൈ നടത്തിക്കൊണ്ടിരിക്കണം. അതായത് ഇപ്പൊ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇടയ്ക്ക് കുട്ടികളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു അപ്ലിക്കേഷൻ നടത്തണം. ലിങ്കിങ് പോസ്റ്റ് നോളജ് വിത്ത് പ്രസന്റ് നോളജ്, പഴയ അറിവും പുതിയ അറിവും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കണം.
ദെൻ ലിങ്കിങ് പ്രസന്റ് നോളജ് വിത്ത് ഫ്യൂച്ചർ ലേണിംഗ്, അതായത് പിന്നെ ഇപ്പം അറിഞ്ഞ നോളജും പ്രസന്റ് നോളജും ഇനി അത് ഭാവിയിലേക്ക് എങ്ങനെ യൂസ് ആവും എന്നുള്ളതിനെ കുറിച്ചും ലിങ്ക് ചെയ്യിപ്പിക്കണം. അങ്ങനെ ലിങ്ക് ചെയ്യിപ്പിക്കാൻ പറ്റിയാൽ ഈ ഒരു 4 ട്രിക്ക് നമ്മളവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കിൽ ഓഫ് ക്ലോഷർ എന്നുള്ള ഒരു സ്കില്ല് നമ്മൾ വളർന്നു വരുന്നതായിരിക്കും. ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഏതൊരു ക്ലാസ്സും, ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിന്റെ അടുത്തുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ നടത്തുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ പ്രാക്ടീസിന് പോവുകയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് ക്ലാസ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും ഒക്കെ ഈ ഒരു സ്കില്ല് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി ശ്രമിക്കണം. അപ്പോഴേ നമ്മളിലേക്ക് അത് കടന്നു വരുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം, പക്ഷെ പ്രാക്ടീസ് അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് അത് പ്രായോഗികമാവണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ആ സ്കില്ല് നിങ്ങൾ നോക്കുക. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് യൂണിറ്റിലെ ആദ്യത്തെ ഒരു 4 സ്കില്ലുകൾ മാത്രമാണ്. അതുകൂടാതെ മറ്റു കുറെ സ്കില്ലുകൾ ഉണ്ട്. ഈ 4 സ്കില്ലുകൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അത് ഷോർട്ട് ആൻസർ ഷുവറായിട്ടും ചോദിക്കും. അതല്ലെങ്കിൽ എസ് എ ആയിട്ട് ഇവയിൽ 2 3 എടുത്ത് ചോദിക്കും. എസ് എ ആയിട്ട് ചോദിച്ച് കാണുന്നത് 2 എണ്ണമാണ്. ഒന്ന് റീഇൻഫോഴ്സ്മെന്റ്, മറ്റൊന്ന് ഇൻഡക്ഷൻ ആൻഡ് ക്ലോഷർ എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ ആൻഡ് ക്ലോഷർ ഒരു എസ് എ ആയിട്ട് ചോദിക്കാം. റീഇൻഫോഴ്സ്മെന്റ് ഒരു എസ് എ ആയിട്ട് മാത്രമായിട്ടും ചോദിക്കാം. മറ്റുള്ളതെല്ലാം ഷോർട്ട് ആൻസർ ആയിട്ടും ഇവയും ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. ദെൻ ഈ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൈക്രോ ടീച്ചിങ് ആണ്. അതിനെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാം. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.